ഉല്ലാസ് ചെമ്പൻ, വിക്കിൽ വേണു എന്നിവർ ചേർന്ന് രചിച്ച് ഉല്ലാസ് ചെമ്പൻ സംവിധാനം ചെയ്ത് ചെമ്പൻ വിനോദ് ജോസ്, ലുക്മാൻ അവറാൻ, മണികണ്ഠൻ ആചാരി, മേഘ തോമസ് തുടങ്ങിയവർ അഭിനയിച്ച അഞ്ചക്കള്ള കോക്കാൻ പൊറാട്ട എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ഒരു വൈബ് ആക്ഷൻ ത്രില്ലർ പടം. അതാണ് അഞ്ചക്കള്ള കോക്കാൻ പൊറാട്ട. കേരള കർണാടക ബോർഡറിലുള്ള കാളഹസ്തി എന്നൊരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ക്രൈമും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും അവിടെ നടക്കുന്ന സംഭവങ്ങളും ഒക്കെയാണ് ഈ സിനിമ പറയുന്നത്. വലിയ പുതുമയുള്ള ഒരു കഥയൊന്നും അല്ല ഇതിനുള്ളത്. പക്ഷെ കഥ നടക്കുന്ന ആ ഒരു കാളഹസ്തി എന്ന ഗ്രാമത്തിലേക്ക് നമ്മൾ പ്രേക്ഷകരെ കൊണ്ടുചെന്ന് തളച്ചിടുന്നുണ്ട് ഇതിന്റെ തിരക്കഥ. ഒപ്പം സ്റ്റൈലിഷ് ആയിട്ടുള്ള മേക്കിങ്ങും പടത്തിന് ഗുണം ചെയ്യുന്നുണ്ട്. പണ്ട് ഈ ചോറ് കഴിച്ചില്ലെങ്കിൽ കോക്കാച്ചി വന്ന് പിടിക്കും എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കഥ അല്ലെങ്കിൽ ഈ പടം രസമായിട്ട് തോന്നും, കണക്ട് ആവും. ഇതിൽ ഒരു കോക്കാച്ചി ഉണ്ട്. അത് ആരാണ് എന്നുള്ളത് പടത്തിൽ പതിയെ റിവീൽ ആവുകയുള്ളൂ. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അധികാരത്തിന്റെ പേരിൽ നീതി നിഷേധം നടത്തുമ്പോൾ ചില അവതാരങ്ങളൊക്കെ പ്രതിഷേധിക്കാൻ എത്തുമെന്നുള്ളതാണ് സിനിമ പറയാതെ പറയുന്നത്. വളരെ ഫാസ്റ്റ് പേസിൽ പറഞ്ഞു പോകുന്ന കഥ ക്ലൈമാക്സോട് അടുക്കുമ്പോഴേക്കും കിടുവായിട്ട് മാറുന്നുണ്ട്. സോ ഇതിന്റെ ക്ലൈമാക്സ് എന്നെ ഹഠാത് ആകർഷിച്ചു എന്ന് പറയാം. ഒരു വെസ്റ്റേൺ സ്പെഗാട്ടി സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതിനോടൊപ്പം ചില ചിത്രകഥയൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ ആ ഒരു ഫീലാണ് പടത്തിന്റെ ഒരു ആഖ്യാന ശൈലി എന്ന് പറയാം. അത് വളരെ ഇഫക്റ്റീവ് ആയിരുന്നു. കഥയിൽ ആ പൊറോട്ട് നാടകമൊക്കെ വളരെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നതും നല്ല രസമുണ്ടായിരുന്നു. ഒരു സീന് നമ്മളിങ്ങനെ പെട്ടെന്ന് ഞെട്ടിക്കുന്നതായിരുന്നു. അത് നൈസായിരുന്നു കേട്ടോ. ചെമ്പൻ വിനോദിന്റെ ഹെഡ് കോൺസ്റ്റബിൾ നടവരമ്പൻ പീറ്റർ എന്ന കഥാപാത്രത്തിന്റെ ആ ഒരു ക്യാരക്ടർ ആർക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് അതൊരു ഷെയ്ഡിൽ നിന്നും മറ്റൊരു ഷെയ്ഡിലേക്ക് ഇങ്ങനെ മാറുന്നത്. അത് പുള്ളി കിടുക്കനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കോൺസ്റ്റബിൾ വസുദേവൻ എന്ന ക്യാരക്ടറായിട്ട് വരുന്ന ലുക്മാനും നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ പടം അവസാനമാകുന്നിടം വരെ ഞാൻ പുള്ളിക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ക്ലൈമാക്സിൽ പുള്ളി പൊളിച്ചിട്ടുണ്ട്. വസുദേവന്റെ ആ ഒരു ബാക്ക് സ്റ്റോറിയൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്തു വന്നതും നല്ല ഉണ്ടായിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം മണികണ്ഠൻ ആചാര്യയുടെ നല്ലൊരു വേഷം ഈ പടത്തിലുണ്ട്. ശങ്കരാഭരണം എന്ന ക്യാരക്ടർ പൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. കുറച്ച് കൈയ്യടി കിട്ടുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ പുള്ളിയുടെ ക്യാരക്ടറിന് പടത്തിലുണ്ട്. അതുപോലെ ചെറിയ കഥാപാത്രമാണെങ്കിലും മേഘ തോമസ് അവതരിപ്പിച്ച പത്മിനി എന്ന വേഷവും കിടുവായിരുന്നു. പ്രത്യേകിച്ച് ആ മാവേലി സ്ഥാനാർത്ഥിയോട് പറയുന്ന ഡയലോഗൊക്കെ മാസായിരുന്നു. പക്ഷേ പടത്തിന്റെ യഥാർത്ഥ ഷോ സ്റ്റീലേഴ്സ് എന്ന് പറയുന്നത് ഇതിലെ ഗില്ലാപ്പി ബ്രദേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഇളയവന്റെ ഡാൻസ് കളിച്ചിട്ടുള്ള ഒരു അടിയും അതുപോലെ മൂത്തവന്റെ ഡയലോഗ് ഡെലിവറിയും ഒക്കെ കിടുവായിരുന്നു. പ്രവീൺ ടീച്ചെ, മെറിൻ ജോസ് എന്നീ താരങ്ങളാണ് ഗില്ലാപ്പികളായിട്ട് എത്തിയത്. ജോജി ജോണിന്റെ പോലീസ് വേഷം, അതുപോലെ ശ്രീജിത്ത് രവി, സെന്തിൽ കൃഷ്ണ, മെറിൻ മേരി ഫിലിപ്പ്, അങ്ങനെ അഭിനയിച്ചവരുടെ എല്ലാവരുടെയും നല്ല പ്രകടനമാണ് പടത്തിലുള്ളത്. ഇതിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് കടക്കുകയാണെങ്കിൽ പടത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണെന്ന് പറയാം. മണികണ്ഠൻ അയ്യപ്പയാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഒന്നും പറയാനില്ല. ആ ഒരു വെസ്റ്റേൺ കൗബോയ് സ്റ്റൈലിലുള്ള ഒരു ഒരു BGM അത് ഇതിന്റെ ആത്മാവ് തന്നെയാണെന്ന് പറയാം. അതുപോലെ എൻഡ് ക്രെഡിറ്റിലുള്ള ഒരു റാപ്പ് മിക്സ്ഡ് ആയിട്ടുള്ള സോങ്ങും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒന്നാനാം കൊച്ചുതുമ്പി എന്ന് പറഞ്ഞ കവിത ഇതിനകത്ത് പാട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ സൗണ്ട് ഡിസൈനിങ്ങും ഗംഭീരമാണ്. അരുൺ PA ആണ് ഇതിന്റെ സൗണ്ട് ഡിസൈനർ. കണ്ണൻ ഗൺപത്ത് ആണ് ഇതിന്റെ സൗണ്ട് മിക്സിംഗ് നിർവഹിച്ചിട്ടുള്ളത്. പടത്തിന്റെ ആ ഒരു വെസ്റ്റേൺ സ്റ്റൈലിന് കറക്റ്റ് ചേരുന്ന വിധത്തിൽ കൊടുത്തിരിക്കുന്ന ബ്രൗൺ കളർ ടോൺ ഉണ്ട്. അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ കളറിസ്റ്റ് അശ്വത് സ്വാമിനാഥനാണ്. 80 കാലഘട്ടമാണ് സിനിമയിൽ കാണിക്കുന്നത്. 86 ശേഷമാണ് തങ്കമണിയൊക്കെ നടന്നു കഴിഞ്ഞാണ് ഈ കഥ നടക്കുന്നത്. സോ ആ ഒരു ആർട്ട് ഡയറക്ഷൻ ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. രഞ്ജിത്ത് കോത്തേരിയാണ് ആർട്ട് ഡയറക്ടർ. അർമോയുടെ ക്യാമറയും എടുത്തു തന്നെ പറയണം. രോഹിത് VS വാര്യത്തിന്റെ രസമുള്ള എഡിറ്റിങ്ങും കൊള്ളാം. വളരെ റെട്രോ ആയിട്ടുള്ള കുറച്ച് ട്രാൻസിഷൻസ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ഇന്റർവെല്ലിന് മുമ്പുള്ള ആ ഒരു ട്രാൻസിഷൻസ് ഒക്കെ വളരെ രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രഫിയും സൂപ്പർ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഷാപ്പിലെ ഫൈറ്റ്, പോലീസ് സ്റ്റേഷനിലെ ഫൈറ്റ്, ഇതൊക്കെ പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ് ആണെന്ന് പറയാം. എന്ന് വെച്ച് RDXോ അല്ലെങ്കിൽ തല്ലുമാലയോ ഒന്നും പ്രതീക്ഷിക്കരുത്. അത്രയ്ക്കൊന്നും ഇല്ല, ബട്ട് നൈസാണ്. അത്യാവശ്യം നല്ല വയലൻസും പടത്തിലുണ്ട് കേട്ടോ. കുറച്ച് തെറിവിളിയൊക്കെ ഉണ്ട്. സോ 18+ ആണെന്ന് പറയാം. ഇനി ഇതിന്റെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ക്യാരക്ടർ ഡെവലപ്മെന്റിൽ ഇടയ്ക്കൊക്കെ ചില പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. ക്യാരക്ടേഴ്സിനോട് നമുക്ക് അങ്ങോട്ട് ഇമോഷണലി വലുതായിട്ടൊന്നും അങ്ങോട്ട് കണക്ട് ആവുന്നില്ല. കുറച്ച് പാടാണ്. ഈ ശങ്കരാഭരണത്തിന്റെ ബാക്ക് സ്റ്റോറിയൊക്കെ വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എല്ലാ ട്വിസ്റ്റും ടേൺസും ഇങ്ങനെ റീവൈൻഡ് അടിച്ച് സ്പൂൺ ഫീഡ് ചെയ്തത് ഇടയ്ക്കൊക്കെ കുറച്ച് മടുപ്പ് ഫീൽ ചെയ്യിപ്പിച്ചു. എനിക്ക് തോന്നി ഈ ഗില്ലാപ്പീസിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്ത് അവരെ കേന്ദ്രീകരിച്ചായിരുന്നു കഥ പറഞ്ഞതെങ്കിൽ കുറച്ചുകൂടി വൈബ് ആയേനെ എന്ന്. എനിവേ അതിഗംഭീരം, മസ്റ്റ് വാച്ച് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ,
ഒരു വൈബ് പടം, ഓവർ പ്രതീക്ഷയൊന്നും ഇല്ലാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും എനിക്കിതൊരു വൺ ടൈം വാച്ചബിൾ, അത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു ഫിലിമായിട്ടാണ് തോന്നിയത്. നല്ല തിയേറ്ററിൽ തന്നെ കാണാം. ഞാൻ കോട്ടയം അഭിലാഷ് തിയേറ്ററിലാണ് കണ്ടത്. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ കാണുകയാണെങ്കിൽ പടത്തിനൊരു ഇഫക്റ്റ് ഒക്കെ നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ ഇതിന് 3.5 ഔട്ട് ഓഫ് 5 റേറ്റിംഗ് നൽകി. വെർത്ത് വാച്ച് എന്നാണ് പറയുന്നത്. റെക്കമെൻഡ് ചെയ്യുകയാണ്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. പലർക്കും പല അഭിപ്രായമാകും എന്നുള്ള കാര്യം ഓർക്കുക. പടത്തിന്റെ പേര് തിയേറ്ററിൽ പോയി പറയുമ്പോൾ അപഭ്രംശം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തായാലും ചെമ്പൻ വിനോദിന്റെ ബാനറിന്റെ പേര് കൊള്ളാം, ചെമ്പോസ്കി.